മാവൂരിലെ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു തുടങ്ങി. കഴിഞ്ഞ 50 വർഷത്തോളമായി മാവൂരിൻ്റെ വാണിജ്യരംഗത്ത് തലയുയർത്തി നിന്നിരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് അപകടാവസ്ഥയിലായത് കാരണമാണ് ഗ്രാമപഞ്ചായത്ത് പൊളിച്ചു നീക്കുന്നത്. കാലപ്പഴക്കത്താൽ ജീർണിച്ച കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് ഗ്രാമപഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം കണ്ടെത്തുകയും തുടർന്ന് ഗവൺമെൻറ് പോളിടെക്നിക്കിലെ ടെക്നിക്കൽ വിഭാഗം കെട്ടിടം പരിശോധിക്കുകയും കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും എത്രയും പെട്ടെന്ന് പൊളിച്ചു നീക്കണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സർക്കാരിനോട് അനുമതി തേടുകയും ചെയ്തു. സർക്കാരിൻ്റെ അനുമതി ലഭ്യമായതിനെ തുടർന്ന് കെട്ടിടത്തിലെ കച്ചവടക്കാരോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ കച്ചവടക്കാർ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയതിനെ തുടർന്ന് കെട്ടിടം പൊളിച്ചു നീക്കുന്നത് വൈകുകയായിരുന്നു. 2022 മുതൽ കച്ചവടക്കാർക്ക് ലൈസൻസ് പുതുക്കി നൽകുകയോ അവരിൽ നിന്ന് വാടക ഈടാക്കുകയോ ചെയ്യുന്നില്ലെന്നും നിലവിൽ അവിടെ കച്ചവടം ചെയ്യുന്നവരിൽ അധികവും യഥാർത്ഥ വാടകക്കാരല്ലെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. കടുത്ത നടപടിയോ പെട്ടെന്നുള്ള നടപടിയല്ല ഇത് 2022 മുതലുള്ള പ്രോസസ്സാണ്. ഈ ബിൽഡിംഗ് ഏറ്റവും നിങ്ങളൊക്കെ കണ്ടില്ലേ ക്യാമറയിൽ, ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാണ് ബിൽഡിങ്ങിൻ്റെ അവസ്ഥ ഉള്ളത്. ഏറ്റവും അപകടാവസ്ഥയിലാണ്. 100 കണക്കിന് ആളുകൾ കയറി ഇറങ്ങുന്ന ഒരു കെട്ടിടമാണ്. അത് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി ഇത് അൺഫിറ്റാണെന്ന് അന്നത്തെ എഞ്ചിനീയർ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സാധൂകരണത്തിനായി ഗവൺമെൻറ് പോളിടെക്നിക്കിലെ വിദഗ്ധരെത്തി പരിശോധിച്ചു. എന്നിട്ട് അത് പൊളിക്കാൻ ഭരണസമിതി തീരുമാനിച്ചു. അത് സർക്കാരിന് അനുമതിക്കായിട്ട് കൊടുത്തു. അതിനുശേഷം ഇവർക്കൊക്കെ നോട്ടീസ് കൊടുത്തു. 22-ന് ശേഷം ഇവർക്ക് ലൈസൻസ് കൊടുക്കുന്നില്ല, ഇവരുടെ വാടക ഈടാക്കുന്നില്ല. പലതവണ ആവശ്യപ്പെട്ടു. ഇവർ തന്നെ ഹൈക്കോടതി പോയി, ഹൈക്കോടതി അത് തള്ളിക്കളഞ്ഞു. എന്നിട്ട് കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് വിട്ടു. അപ്പോൾ അവസാനം ഈ ജില്ലാ കളക്ടറുടെ ഉത്തരവാണ് അടിയന്തരമായി ഇതിലെ കച്ചവടക്കാരെ ഒഴിപ്പിക്കണമെന്നുള്ളത്. കളക്ടറുടെ ഉത്തരവാണ് പഞ്ചായത്ത് സെക്രട്ടറി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കെട്ടിടം പൊളിച്ചു നിൽക്കും. അല്ല, ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് സെക്രട്ടറി ഏറ്റവും അടിയന്തരമായിട്ട് നേരിട്ട് തന്നെ ചെയ്യാം. കെട്ടിടത്തിൻ്റെ ജീർണാവസ്ഥയും കെട്ടിടം തകർന്നു വീണാലുണ്ടാകുന്ന ദുരന്തവും മുന്നിൽ കണ്ട് ഇത് പൊളിച്ചു മാറ്റുകയല്ലാതെ മറ്റ് പോംവഴിയില്ലെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു. എന്നാൽ കച്ചവടക്കാർക്ക് നിയമത്തിൻ്റെ ആനുകൂല്യം ലഭ്യമാക്കാൻ സമയം നൽകാതെ എടുത്ത കടുത്ത തീരുമാനമാണിതെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു. ഏതൊരു സ്ഥാപനവും പൊളിച്ചു നീക്കുന്നതിന് മുമ്പ് 7 ദിവസം മുമ്പെങ്കിലും നോട്ടീസ് പതിക്കുകയോ നോട്ടീസ് നൽകുകയോ ചെയ്യണം എന്ന നിയമം ഇവിടെ കാറ്റിൽ പറത്തിയാണ് ഈ പ്രവൃത്തി നടത്തിയതെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു. ഏപ്രിൽ 10-ന് മാത്രം ലഭിച്ചു എന്ന് പറയപ്പെടുന്ന കലക്ടറുടെ ഉത്തരവിന്മേൽ ധൃതി കൂട്ടിയാണ് വ്യാപാരികളോട് യാതൊരു ദയവും കാണിക്കാതെയാണ് ഇത്തരം പ്രവൃത്തി നടത്തിയതെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു. നമ്മളെ മാവൂരിലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം കണ്ണീരിൻ്റെ വിഷയമാണ്. കാരണം ഇതുവരെ എവിടെയും നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള അതിദാരുണമായൊരവസ്ഥ. നിയമത്തിൻ്റെ പഴുത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നീതിയെ തടസ്സപ്പെടുത്തിയ ദിവസം. ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് നീതി ലഭിക്കുമെന്ന് ഉറപ്പാണ്. അപ്പീലിന് പോയിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഉറപ്പാണ്. ഇവർക്ക് സ്റ്റേ ഓർഡർ കിട്ടുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നിയമം ഒരു ഭാഗത്ത് ഇവർക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. ആ നിയമത്തിലേക്ക് കൈയെത്തി പിടിക്കാൻ അവസരം കൊടുക്കാത്ത രീതിയിൽ നിയമത്തിൻ്റെ മറ്റൊരു ഭാഗം ഉപയോഗിച്ചുകൊണ്ട് 2-ാം ശനിയും ഞായറും വിഷുവിൻ്റെ അവധിയും കോടതിയുടെ വേനലവധിയും ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പണിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 3 സമയങ്ങളും വെച്ചുകൊണ്ട് ഇതിനകം ഇത് നടന്നിട്ടില്ലെങ്കിൽ, പഞ്ചായത്ത് പറയുന്നതാണ്, ഇത് ഗ്രാമപഞ്ചായത്ത് പറയുന്നത്, ഈ സമയത്ത് നടന്നിട്ടില്ലെങ്കിൽ എക്കാലത്തേക്കും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. വീണ്ടും ഇത് സ്റ്റേക്ക് വരും. നടപടിക്രമത്തിലൂടെ വീണ്ടും വർഷങ്ങളോളം എടുക്കും. അതുകൊണ്ട് പോലീസിനെയും ഗവൺമെൻറ്റിനെ മറ്റ് സ്രോതസ്സ് ഉപയോഗിച്ച് ഈ പറഞ്ഞ ദിവസം കൊണ്ട് 24 മണിക്കൂർ സമയമാണ് ഇവിടുത്തെ വ്യാപാരികൾക്ക് ഇതിൽ നിന്ന് മാറാനുള്ള സമയം കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒരുപാട് നിങ്ങൾ തുറന്നു നോക്കിയാൽ കാണും, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ അടിച്ചും പൊട്ടിച്ചും കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു 10 ദിവസം സമയം തരും. 10 ദിവസം. ആ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ സാധനങ്ങൾ എടുത്ത് മാറ്റി മാന്യമായിട്ടൊന്ന് മാറാൻ കഴിയും. പക്ഷേ അനുവദിച്ചു തന്നത് 24 മണിക്കൂർ സമയം മാത്രം. അതും ഇറക്കി വെച്ച വിഷുവിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇറക്കി വെച്ച ചരക്കുകൾ വിറ്റ് തീർക്കാൻ വേണ്ടി മാത്രം. വളരെ ദയനീയമാണ്. ഏറെ വിവാദങ്ങൾക്കും വ്യവഹാരങ്ങൾക്കും ഒടുവിൽ ഒരു കാലത്ത് മാവൂരിൽ പ്രതാപിയായിരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ഇനി ഓർമ്മയാകുകയാണ്. കാലിക്കറ്റ് ന്യൂസ്, മാവൂർ. അവിടെ പിടിവലി കച്ചറ കൂടരുത്. ഓഫറാണ്. വിഷുവിനുണ്ട്, പെരുന്നാളിനുണ്ട്, എല്ലാത്തിനും ഓഫർ തരും. എല്ലാവർക്കും തരും. കച്ചറ ഉണ്ടാക്കിയത് വെച്ച് കീറും ചെയ്യരുത്. ഇവിടെ ഉണ്ടല്ലോ, ഒരു വേണ്ട വാങ്ങിക്കൂടെ. കൈരളിയിൽ ഓഫറാ. പെരുന്നാളായാലും വിഷു ആയാലും ഇപ്പൊ ഈസ്റ്റർ ആയാലും ഇവിടെ തിരക്ക് തന്നെയാ. എല്ലാരും വന്നോളി. വമ്പിച്ച് ഓഫറാ. മേങ്ങാനുള്ളവരൊക്കെ മേങ്ങോളി. ഓഫർ ഇപ്പൊ തീരും. പെരുന്നാളിങ്ങോട്ട് എത്തിക്കിട്ടോ. വേ വന്നോളി. കൈരളി സിൽക്സ്, മാവൂർ.
വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിന്റെ വാർഷിക സെയിൽ. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവോടെ സ്വന്തമാക്കാം. ജെന്റ്സ്, ലേഡീസ്, കിഡ്സ് വസ്ത്രങ്ങളിൽ നിങ്ങൾ തിരയുന്ന മോഡലുകൾക്കൊപ്പം നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന അതിശയിപ്പിക്കുന്ന വിലക്കുറവും ഒരുക്കി നിങ്ങളെ കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു. കൈരളി സിൽക്സ്, മാവൂർ. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ. ഓഡിയോ, വീഡിയോ എഡിറ്റിംഗ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫി, ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബ്ബിംഗ് സംവിധാനം, ഡോൾബി അറ്റ്മോസ്, 7.1, 5.1 മിക്സിംഗ്. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ, മാവൂർ, കാട്ടാങ്ങൽ റോഡിൽ. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ, പോസ്റ്റ് ഓഫീസിന് മുൻവശം, കാട്ടാങ്ങൽ റോഡ്, മാവൂർ. മൊബൈൽ 8921716618.